അസ്സലാമലൈക്കും, വെൽക്കം ടു ഐഷൂസ് കിച്ചൺ. നമുക്കിന്ന് മലേഷ്യൻ സ്റ്റൈൽ മാഗി ഉണ്ടാക്കിയാലോ? എല്ലാവരും ഈസിയായി ഉണ്ടാക്കാറുള്ളതാണ്, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ സവാള, ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്. ഇത് ഉണക്കച്ചെമ്മീനാണ്. ഇത് മാഗിയിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഫിഷ് കേക്ക്, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കടുകിൻ്റെ ഇല. ഇവിടെ ഇതിനെ സാവി എന്നാണ് പറയുന്നത്. മാഗി ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫിഷ് കേക്ക് കട്ട് ചെയ്ത് വെച്ചതാണിത്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഉണക്കച്ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായി വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായി വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. സവാള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കാം. ശേഷം സാവി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്.
സാവി അധികം വഴന്നു വരേണ്ടതില്ല. ഈ ടൈം നമുക്ക് മാഗി മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 പാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് കേക്കും ചെമ്മീനും ഇട്ട് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മാഗി ഇട്ട് കൊടുക്കാം. മാഗി 1/4 ഭാഗം വേവിച്ചതാണ്. ഇനി മാഗി ഇട്ട ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്